പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം, യേശുവും സമരിയാക്കാരിയും തമ്മിലുള്ള സംഭാഷണം. 4-ാം അധ്യായം തുടങ്ങുന്ന ഒരു വാചകം 3:22 മുതൽ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് പറയുന്ന കാര്യമാണ്. 3-ാം വാക്യം മുതൽ അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. മലയാളം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥവ്യാപ്തി ക്ലിയർ അല്ല ഇതില്. പക്ഷേ ഗ്രീക്കിലെ ഒറിജിനൽ ഭാഷ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥതലം ബിക്കോസ് ഓഫ് an inner force he was compelled to go through Samaria. ഒരു ആന്തരികമായ പ്രേരണയാൽ നിർബന്ധിതനായി യേശുവിന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. സമരിയായിലൂടെ അല്ലാതെ പോകാനുള്ള വഴിയുണ്ട്. പക്ഷേ പ്രത്യേകമായ ആന്തരികമായ പ്രേരണയാൽ നിർബന്ധിതനായി യേശു സമരിയായിലൂടെ പോയി. തുടർന്ന് 5-ാം വാക്യത്തിൽ പറയുന്നു, സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവൻ എത്തി. യാക്കോബ് തന്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബിന്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിന്റെ കരയിലിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു, എന്നുവെച്ചാൽ നട്ടുച്ച സമയം. ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. എന്തുകൊണ്ടാണ് നട്ടുച്ചയ്ക്ക് സമരിയാക്കാരി വെള്ളം കോരാൻ വന്നത്? അവൾ ഒരു പാപിനിയായിരുന്നത് കൊണ്ട് മറ്റാരും അവളെ കാണാതിരിക്കാൻ വേണ്ടിയാണ് അവൾ നട്ടുച്ചയ്ക്ക് വന്നത് എന്ന് പറയാറുണ്ട്. പക്ഷേ അത് ശരിയല്ല. യഥാർത്ഥത്തിൽ ശരി, യേശുവിൻ്റെ ദാഹം, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം, സമരിയാക്കാരെ നേടാനുള്ള യേശുവിൻ്റെ ദാഹം, നട്ടുച്ച മനുഷ്യരുടെ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹത്തെയും യേശുവിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹത്തെയും സൂചിപ്പിക്കുന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരുക എന്ന് പറഞ്ഞു. അവന്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ആ സമരിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. ഈ സമ്പർക്കം ഇല്ലാതായി തീർന്നത് യഹൂദര് ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയതിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ്. തമ്മിൽ സമ്പർക്കമില്ലാതായി തീർന്നത് ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമാണ്. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരുക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു. അപ്പോ സമരിയാക്കാരി പറഞ്ഞു, പ്രഭു, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണർ ആഴമുള്ളത്, പിന്നെ ഈ ജീവജലം നിനക്ക് എങ്ങനെ കിട്ടും? എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവന്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായി മാറും. യാക്കോബിന്റെ കിണറ്റിൽ നിന്ന് കുടിക്കുന്ന വെള്ളം, നിന്റെ ഇതുവരെയുള്ള വിശ്വാസം നിനക്ക് നൽകുന്ന ജീവൻ, ഈ കിണറ്റിലെ വെള്ളം അത് നീ കുടിച്ചാലും വീണ്ടും ദാഹിക്കും. പക്ഷെ ഞാൻ നൽകുന്ന ജലം നീ കുടിച്ചാൽ പിന്നെ നിനക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല. ദാഹിക്കുകയില്ലെന്ന് മാത്രമല്ല, ഞാൻ നൽകുന്ന ജലം നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായി മാറും. യേശുവിലൂടെ നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ ദാഹങ്ങളെയും വിശപ്പുകളെയും ശമിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം. യേശുവിലൂടെയാണല്ലോ ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണത.
യേശുവിലൂടെയാണ് നമ്മെ ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും ആരാഞ്ഞറിയാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന് നൽകപ്പെടുന്നത്. ഈ പരിശുദ്ധാത്മാവും യേശുവിലൂടെ നൽകപ്പെടുന്ന ദൈവിക വെളിപാടും നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായി മാറുമെന്ന്. ഇത് കേട്ടപ്പോൾ സമരിയാക്കാരിക്ക് അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരുക, മേലിൽ എനിക്ക് ദാഹിക്കില്ലല്ലോ, വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. യേശു പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു വരിക. എനിക്ക് ഭർത്താവില്ലെന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ലെന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. ഇതാണ് സാധാരണ എല്ലാവരും പറയുന്നത്. ഇവളൊരു വ്യഭിചാരിണിയാണ്, ഇവക്ക് 5 പേരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളത് സ്വന്തം ഭർത്താവൊന്നുമല്ല. അതുകൊണ്ടാണ് മറ്റാരും വരുന്ന സമയത്ത് വെള്ളം കോരാൻ വരാതെ നട്ടുച്ചയ്ക്ക് വന്നതെന്നാണ് പൊതുവെ ചിലരൊക്കെ വ്യാഖ്യാനിക്കാറുള്ളത്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സമരിയായുടെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്ന തിരുവചന ഭാഗം ശ്രദ്ധിക്കുക. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. അസീറിയ രാജാവ് ബാബിലോൺ, കുത്ത, ഔവ, ഹമാത്ത്, സെഫർവയിം 5 സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തിന് പകരം സമരിയ നഗരങ്ങളിൽ പാർപ്പിച്ചു. അപ്പൊ സമരിയ നഗരങ്ങളിൽ അതുവരെ പാർത്തിരുന്നതാരാ? ഇസ്രായേൽ ജനം. 5 പ്രദേശങ്ങളിൽ നിന്നുള്ളവരെ ഇസ്രായേൽ ജനത്തിന് പകരം ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവർ സമരിയ സ്വന്തമാക്കി അതിൻ്റെ നഗരങ്ങളിൽ വസിച്ചു. അവിടെ വാസം തുടങ്ങിയ കാലത്ത് അവർ കർത്താവിനോട് ഭക്ത്യാദരങ്ങൾ കാണിച്ചില്ല. അതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയച്ചു. അവ അവരിൽ കുറേ പേരെ കൊന്നു. സമരിയ നഗരങ്ങളിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച ജനങ്ങൾക്ക് നാട്ടിലെ ദൈവത്തിന്റെ നിയമം അറിയില്ലാത്തതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയച്ചു. ഓരോ ജനതയും തങ്ങൾ താമസിച്ചിരുന്ന നഗരങ്ങളിലെല്ലാം തങ്ങളുടെ ദേവന്മാരെ ഉണ്ടാക്കി സമരിയക്കാർ നിർമ്മിച്ച പൂജാഗിരികളിൽ പ്രതിഷ്ഠിച്ചു. സമരിയക്കാർ ഇസ്രായേല്യരാണ്. ഇസ്രായേല്യരുടെ പൂജാഗിരികളിൽ ദൈവത്തിന്റെ യാതൊരു രൂപവും ഉണ്ടാകുകയില്ല. പക്ഷെ ഇപ്പോൾ സമരിയക്കാരുടെ പൂജാഗിരികളിൽ ഈ 5 പ്രദേശങ്ങളിൽ നിന്ന് വന്ന ജനങ്ങൾ തങ്ങളുടേതായ ദേവന്മാരെ പ്രതിഷ്ഠിച്ചു. ബാബിലോൺകാർ സുക്കോത്ത് ബെനോത്തിനെയും, കൂത്ത് ദേശക്കാർ നെർഗാലിനെയും, ഹമാത്യർ അഷിമയെയും, ഔവാക്കാർ നിബ്ബാസ്, തർത്താഖ് എന്നിവയെയും ഉണ്ടാക്കി. ഇങ്ങനെ 5 പ്രദേശക്കാരും 5 ദേവന്മാരെ ഉണ്ടാക്കി. 5 ഭർത്താക്കന്മാരെന്ന് പറഞ്ഞേക്കുന്നത് ഈ 5 ദേവന്മാരെയാണ്. ഇസ്രായേലും യാഹ്വേയും തമ്മിലുള്ള ബന്ധം ഉടമ്പടി ബന്ധമാണല്ലോ. ഉടമ്പടി ബന്ധത്തെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ പല ഭാഗങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഭാര്യ ഭർത്തൃബന്ധം പോലെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ 20-ാം വാക്യം കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, അവിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് പോലെ നീയും വിശ്വാസ വഞ്ചന ചെയ്തിരിക്കുന്നു. അവിശ്വസ്തയായ ഭാര്യയെ പോലെ. അപ്പോൾ 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. 5 ഭർത്താക്കന്മാർ ഈ 5 ദേശത്തിലെ ദേവന്മാരാണ്. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. സമരിയക്കാർക്ക് ഇപ്പോഴുള്ളതാരാ? മൗണ്ട് ഗെരിസിമില് യാക്കോബിന്റെ കിണറിന് അരികെയുള്ള ഗെരിസിം മലയിലാണ് അവരാരാധിക്കുന്നത്. അപ്പോ സമരിയക്കാര് പ്രവാസികളായി തിരിച്ചു വന്നതിന് ശേഷം അവരെ ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിപ്പിക്കത്തില്ല ഇസ്രായേൽക്കാർ. അതെന്തുകൊണ്ടാ? 5 ദേവന്മാരെ പ്രതിഷ്ഠിച്ചു. അവരുടെ ഇടയിലാണ് ഇവർ വന്നിനി താമസിക്കുന്നത്. ആര്? ഇസ്രായേൽക്കാർ പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇവരുടെ ഇടയിൽ താമസിക്കണം. അതുകൊണ്ട് താമസിക്കുന്നത് കൊണ്ട് സമരിയക്കാരെ ജെറുസലേം ദേവാലയത്തിലേക്ക് യഹൂദർ പ്രവേശിപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് സമരിയക്കാര് യാക്കോബിന്റെ കിണറിനരികെയുള്ള ഗെരിസിം മലയില് ദൈവത്തെ ആരാധിച്ചു പോന്നു.
ആരെയാ ഈ ഗെരിസിം മലയിൽ ആരാധിക്കുന്ന ദൈവം അവർക്കറിയത്തില്ല. അതാണ് പറഞ്ഞ ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ലെന്ന്. സമരിയാക്കാരിയും യേശുവും തമ്മിലുള്ള സംഭാഷണം നമുക്ക് മുന്നോട്ട് ശ്രവിക്കാം. 18-ാം വാക്യം മുതൽ. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞു, പ്രഭു, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി, എന്നാൽ യഥാർത്ഥ ആരാധന സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽക്കാരുടെ വിശ്വാസമനുസരിച്ച് അവരുടെ ആദർശം ഒരു ദൈവം, ഒരു ജനത, ഒരു ആരാധനാ സ്ഥലം. ആ ആരാധനാ സ്ഥലം ജെറുസലേമിലാണ്. യഹൂദർ പറയുന്നു യഥാർത്ഥ ആരാധനാ സ്ഥലം ജെറുസലേമിലാണെന്ന്. പക്ഷേ ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. തുടർന്ന് യേശു പറഞ്ഞു, 21-ാം വാക്യം, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. അപ്പൊ ഇവിടെ ഒരു ചോദ്യം. ഈ സമരിയാക്കാരിക്ക് യേശു 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നെന്ന് പറഞ്ഞത് ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ലെന്ന് പറഞ്ഞത് മനസ്സിലായി കാണുമോ? മനസ്സിലായി എന്നതിന്റെ തെളിവാണ് ഇവൾ ഈ ചോദിച്ചത്. നിങ്ങൾ പറയുന്നു ജെറുസലേമാണ് യഥാർത്ഥ ആരാധനാലയം, ഞങ്ങളുടെ പിതാക്കന്മാർ ഇവിടെ ആരാധിക്കുന്നു. 5 ഭർത്താക്കന്മാരെ 6 ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവളെന്തിനാണ് ആരാധനാലയത്തിന്റെ കാര്യത്തിലേക്ക് തിരിഞ്ഞത്? അടുത്ത യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചേ. സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. അറിയുന്നതിനെ ആരാധിക്കുന്നു. യഹൂദർക്ക് നൽകിയ ദൈവിക വെളിപാടാണ് അതിനടിസ്ഥാനം. തുടർന്ന് യേശു പറയുന്നത് ശ്രദ്ധിക്കുക. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. നോക്കിയ അവളുടെ പ്രതീക്ഷ പോകുന്നതും, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കും. ഉടനെ യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ വാക്കുകൾ, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. സമരിയാക്കാരിയും യേശുവും തമ്മിലുള്ള ഈ ഒരു കണ്ടുമുട്ടൽ ഒന്ന് നോക്കിയേ. പ്രിയമുള്ളവരെ, സമരിയാക്കാരുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ കാണേണ്ടത്. ഒരു സ്ത്രീ എന്നതിനുപരി അവള് സത്യം അന്വേഷിച്ച് നടന്നവളാണ്. യഥാർത്ഥ ആരാധന എവിടെയാണെന്ന് മിശിഹായെ കാത്തിരുന്നവളാണ്. മിശിഹ വരുമ്പോൾ എല്ലാം ഞങ്ങളെ പഠിപ്പിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് യേശു പറയുന്നത്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. എന്താണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിച്ച് ആരാധിക്കണം. 1. 2, സത്യത്തിലുള്ള ആരാധന യേശു വഴിയുള്ള ആരാധനയാണ്. കാരണം യേശുവാണല്ലോ യഥാർത്ഥ സത്യം, സ്വയം വെളിപ്പെടുത്തുന്ന ദൈവിക യാഥാർത്ഥ്യം, ദൈവത്തിൻ്റെ വചനം. യേശുവിലൂടെയാണ് നമുക്ക് ദൈവപിതാവിനെ ആരാധിക്കാൻ പറ്റുക. കാരണം യഥാർത്ഥ ആരാധനയുടെ മാർഗം നമുക്ക് കാണിച്ചു തന്നത് യേശുവിലാണ്. യേശുവിലൂടെ പരിശുദ്ധാത്മാവ് മുഖേനയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. സമരിയാക്കാരി ദൈവത്തെ അന്വേഷിച്ചാണ് പോകുന്നത്. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം, മിശിഹ വരുന്നത് കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ അന്വേഷകയായ സമരിയാക്കാരിക്ക് സമരിയാക്കാരെ തേടിപ്പോകുന്ന യേശു, രണ്ടുപേരും കൂടെ കണ്ടുമുട്ടി. അപ്പോൾ യേശു എന്നെ തേടുമ്പോൾ ഞാൻ യേശുവിനെ തേടിയാൽ തീർച്ചയായും കണ്ടുമുട്ടൽ വരും. യേശുവിൻ്റെ ആദ്യ ശിഷ്യർക്കും അങ്ങനെയല്ലേ? സ്നാപയോഹന്നാന്റെ സാക്ഷ്യം കേട്ട് അവർ യേശുവിലേക്ക് തിരിഞ്ഞു. അപ്പോൾ യേശു അവരുടെ പക്കലേക്ക് തിരിഞ്ഞു.
നിങ്ങൾ എൻ്റെ പക്കലേക്ക് തിരിയുവിൻ, ഞാൻ നിങ്ങളുടെ പക്കലേക്കും തിരിയും. നമ്മെ തേടി യാത്രയിലാണ് നമ്മുടെ കർത്താവ്. പക്ഷെ നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു കണ്ടുമുട്ടലിന് അവസരം ഒരുങ്ങിയിട്ടുണ്ടോ? ഈ സമരിയാക്കാരിക്ക് ഉണ്ടായ സത്യത്തോടുള്ള തുറവി ഒന്ന് നോക്കിയേ. യേശു സത്യം വെളിപ്പെടുത്തിയപ്പോൾ, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവനെന്ന് കേട്ടപ്പോൾ അവൾ എന്ത് ചെയ്തു? 28-ാം വാക്യം. ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി. കുടം അവിടെ വെച്ചിട്ട് പോയി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അങ്ങനെ പറഞ്ഞേക്കുന്നേ. അതേസമയം അവളെ കുടം അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടിയതെന്തിനാ? അവളുടെ പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. നമ്മുടെ ദൈവാന്വേഷണത്തെക്കുറിച്ചും നമ്മുടെ ആരാധനയെക്കുറിച്ചും നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടു. നിങ്ങൾ വന്ന് കാണുവിൻ. ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു? പക്ഷേ സമരിയാക്കാരിക്ക് ഉറപ്പായില്ലേ അത് ക്രിസ്തുവാണെന്ന്. എന്നിട്ടെന്താ അവളി ചെന്ന് ഇങ്ങനെ പറയുന്നത്? ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു? അതായത് ഈ സമരിയാക്കാരി തൻ്റെ വിശ്വാസം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ തയ്യാറല്ല. ജോണിൻ്റെ ഒരു വലിയ ദർശനമാണ്, വിശ്വാസം മറ്റാരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. പിന്നെയോ വിളിക്കുക, വന്ന് കാണുവിൻ. ഫിലിപ്പോസ് നഥാനിയേലിനെ ക്ഷണിച്ചതും അങ്ങനെയല്ലേ? വന്ന് കാണുവിൻ. യേശുവും ശിഷ്യന്മാരോട്, ആ സ്നാപയോഹന്നാന്റെ ശിഷ്യന്മാർ പുറകെ പോയപ്പോൾ ഞാനാണ് യഥാർത്ഥ സത്യമെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, വന്ന് കാണാൻ പറഞ്ഞു. യേശു ആരുടെ മേൽ വിശ്വാസം അടിച്ചേൽപ്പിക്കത്തില്ല, പക്ഷേ നമുക്ക് ഇൻവിറ്റേഷൻ തരുകയാണ്, ക്ഷണം. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുത്ത് വന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെ സ്ത്രീകളിൽ ആദ്യത്തെ മിഷൻ മാത്രമല്ല, യേശു തമ്പുരാൻ തന്നെ തന്നെ പൂർണ്ണമായി ആദ്യം വെളിപ്പെടുത്തിയേക്കുന്നത് ഈ സമരിയാക്കാരിക്കാണ്. ശിഷ്യന്മാർ അവൻ്റെ കൂടെ പോയി വസിച്ചപ്പോൾ അവൻ മിശിഹായാണെന്ന് അവരറിഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ലല്ലോ. യേശു തന്നെ അവർക്കങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവർ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവുമായുള്ള ഇതുപോലൊരു കണ്ടുമുട്ടലിൻ്റെ അനുഭവം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകണ്ടേ? നമ്മുടെ കർത്താവിന് വേണ്ടിയുള്ള അന്വേഷണവും ദാഹവും തമ്പുരാൻ കണ്ടിട്ട് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരണം. യേശുവിൻ്റെ മഹത്വം ദർശിക്കാൻ നമുക്ക് ഇടവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.